ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വിശ്വവിഖ്യാതമായ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പഠിതാക്കൾക്കുള്ള സുപ്രധാനമായ 4 പുതിയ നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. വെൽക്കം ടു എം നോട്ട്സ്. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ ഇഗ്നോ UGC മാനദണ്ഡങ്ങൾക്ക് ഉപരിയായിക്കൊണ്ട് അതിമനോഹരമായ കോഴ്സുകൾ നമുക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതിൽ 4 സുപ്രധാനമായ തീരുമാനങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 1, നിലവിലെ അപേക്ഷ ജൂലൈ 2020 ബാച്ചിലെ അപേക്ഷ ക്ലോസ് ചെയ്യേണ്ട സമയം ദീർഘിപ്പിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായി ആ ഡേറ്റ് മനസ്സിലാവുന്നതായിരിക്കും. ഇഗ്നോയുടെ അഡ്മിഷൻ അവസാനിക്കുന്ന തീയതി നീട്ടിയിരിക്കുന്നു. അഥവാ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, അതുപോലെ സെമസ്റ്റർ പ്രോഗ്രാം, ഇവ ഒഴികെ ബാക്കിയുള്ള ആനുവൽ പ്രോഗ്രാമുകൾക്ക്, അഥവാ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാമുകൾക്ക്, ഡിഗ്രി പ്രോഗ്രാമുകൾക്ക്, PG പ്രോഗ്രാമുകൾക്കുള്ള സമയം അവസാനിക്കുന്ന സമയം ദീർഘിപ്പിച്ചിരിക്കുന്നു. ഇനിയും നമുക്ക് 15 ദിവസത്തേക്കുള്ള എക്സ്റ്റൻഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ തൃപ്തികരവും സന്തോഷകരവുമായ ഒരു അറിയിപ്പാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ +2 വിഭാഗത്തിലെ സർട്ടിഫിക്കറ്റ്സുകൾ ഇനിയും പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന്, പല ബോർഡുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ PGക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ചില യൂണിവേഴ്സിറ്റീസ് ഫൈനൽ ഇയർ പരീക്ഷ ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല, ഫൈനൽ ഇയർ സർട്ടിഫിക്കറ്റുകൾ ഇനിയും ലഭ്യമാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ആനുകൂല്യം തന്നിരിക്കുകയാണ്. ഒരു പ്രൊവിഷണൽ അഡ്മിഷൻ എന്നുള്ള ഒരു സൗകര്യം ഇഗ്നോ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഡിസംബർ 31-ാം തീയതിക്ക് ഉള്ളിൽ എൻ്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുകൾ, പാസ്സായ മാർക്ക് ലിസ്റ്റുകൾ ഞാൻ തരാം എന്നുള്ള ഒരു ഡിക്ലറേഷനോടുകൂടി നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയാണ്. എന്തെങ്കിലും കാരണവശാൽ പരീക്ഷയിൽ തോൽക്കുന്ന പക്ഷം, അല്ലെങ്കിൽ പരീക്ഷയിൽ വിജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റാത്ത പക്ഷം നമ്മൾ അണ്ടർ ക്വാളിഫൈഡ് ആയിരിക്കും. അപ്പോൾ നോട്ട് കംപ്ലീറ്റഡ് ആയിരിക്കും. നമ്മളുടെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നതായിരിക്കും. പക്ഷേ നോർമൽ കേസിൽ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി 5ാമത്തെ സെമസ്റ്ററിൻ്റെ മാർക്ക് ലിസ്റ്റ് വരെ ഉള്ളത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ ലെറ്റർ കൊടുക്കുക. 6ാമത്തെ സെമസ്റ്ററിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ള ഹാൾ ടിക്കറ്റ് ഹാജരാക്കുക. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ, പ്രൊവിഷണൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ +2 പാസ്സായ കുട്ടി ഫസ്റ്റ് ഇയറിലെ മാർക്കുകൾ കൊടുക്കുക. ഒപ്പം തന്നെ സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് കൊടുക്കുക, ഒരു ഡിക്ലറേഷൻ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ ലഭ്യമാണ്. ഡിസംബർ 31-ൻ്റെ ഉള്ളിൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിരിക്കും. വളരെ നല്ല 2 കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മളുടെ ഈ അഡ്മിഷൻ പ്രക്രിയയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഓൺലൈനിൽ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ചില കോമൺ സർവീസ് സെൻറ്ററുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചില സ്റ്റഡി സെൻറ്ററുകളിലേക്കോ അല്ലെങ്കിൽ ചില മേഖലകളിലോ നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം റീജിയണൽ സെൻറ്ററുകളുടെ നേതൃത്വത്തിലും അവരിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ചില സ്റ്റഡി സെൻറ്ററുകളുടെ നേതൃത്വത്തിലും വളരെ മനോഹരമായ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഹെൽപ്പ് ഡെസ്കുകൾ നിങ്ങളെ സഹായിക്കുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തിന് ഉപരിയായിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവർ, ഈ അഡ്മിഷൻ എടുത്ത ആളുകൾ പരസ്പരം ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം.
അങ്ങനെ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള അഡ്മിഷൻ പ്രശ്നം വന്നത് കാരണം അവർക്ക് അഡ്മിഷൻ ക്യാൻസൽ ആക്കണമെങ്കിൽ അവരുടെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഓൺലൈനിൽ റിക്വസ്റ്റ് കൊടുക്കുകയും റീഫണ്ട് ഓഫ് ഫീ എന്നുള്ള ഒരു പ്രൊവിഷൻ നമുക്ക് ഉണ്ട്. റീഫണ്ട് ഓഫ് ഫീ. ഈ റീഫണ്ട് ഓഫ് ഫീ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് അതിന് 2 മാനദണ്ഡമാണ് അതിൽ ഇഗ്നോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരു മിനിറ്റ്, അഡ്മിഷൻ പൂർത്തിയാകുന്നതിന് 15 ദിവസത്തിന് മുമ്പാണ് നമ്മൾ ഇത് ആവശ്യപ്പെടുന്നത് എങ്കിൽ, അഡ്മിഷൻ പൂർത്തിയാകുന്നതിൻ്റെ 15 ദിവസത്തിന് മുമ്പാണ് എനിക്കിത് വേണ്ട എന്ന് നമ്മൾ പറയുന്നത് എങ്കിൽ പ്രോസസ്സ് ഫീ എന്നുള്ള 200 രൂപ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എമൗണ്ട് മുഴുവനും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് നൽകുന്നതായിരിക്കും. പക്ഷേ അതിനൊരു ചെറിയ ടെക്നിക്കൽ റിക്വസ്റ്റ് നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വരണം. റീജിയണൽ സെൻറ്ററിലേക്ക് രേഖാമൂലം കത്ത് തന്നെ എഴുതണം. നിങ്ങളുടെ അഡ്മിഷൻ്റെ സ്റ്റാറ്റസ് എല്ലാം എടുത്തിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുത്തതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും, അഡ്മിഷൻ രജിസ്റ്റർ, ഫീ റെസിപ്റ്റ്, ഇവയെല്ലാം ഒപ്പം തന്നെ ഒരു റിക്വസ്റ്റ് ലെറ്റർ റീജിയണൽ സെൻറ്ററിലേക്ക് നിങ്ങൾ അയച്ചാൽ നിങ്ങൾക്ക് ഫീ റീഫണ്ട് ചെയ്ത് കിട്ടും. പൂർണ്ണമായ റീഫണ്ട് അല്ല, അതിന് 3 മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ഒന്ന്, ബിഫോർ ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അഡ്മിഷൻ ഫോം ദ ഫീ പെയ്ഡ് വിൽ ബി റീഫണ്ടഡ് ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ₹200. പ്രോസസ്സിംഗ് ഫീ 200 രൂപ ഡിഡക്റ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിത്തിൻ 15 ഡേയ്സ് ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് അഡ്മിഷൻ ഫോം. അഡ്മിഷൻ അവസാനിക്കുന്നതിൻ്റെ അവസാനിച്ച് 15 ദിവസത്തിന് ഉള്ളിലാണ് എങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഫീയിൽ പ്രോസസ്സിംഗ് ഫീ മാറി പ്രോഗ്രാം ഫീയിൽ നിന്ന് 500 രൂപ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക. 30 ദിവസത്തിനകം ക്ലോസ് ചെയ്യുന്ന സമയത്തിന് 30 ദിവസത്തിനകം നിങ്ങളുടെ അഡ്മിഷൻ വേണ്ട എന്ന് നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന പക്ഷം അതിൽ നിന്ന് മൊത്തം പ്രോഗ്രാം ഫീയിൽ നിന്ന് 1000 രൂപ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. പക്ഷേ ഇതിൽ 4ാമത്തെ ഒരു സംഗതി എന്ന് പറയുമ്പോൾ 30 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ റീഫണ്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല. അങ്ങനെ ഉള്ളവർ അത് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് ഓർക്കുക. 4ാമത്തെ സുപ്രധാനമായ കാര്യം, പ്രിയപ്പെട്ടവരെ, എല്ലാ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഫീ ആനുകൂല്യം ഇഗ്നോ ലഭ്യമാക്കുന്നു. ഫീ ആനുകൂല്യം 2 രീതിയിലാണ് ഉള്ളത്. ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ നമുക്ക് ഇ ഗ്രാൻസ് മുഖേന അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻ്റെ മുൻ വീഡിയോ ഇ ഗ്രാൻസ് എന്നുള്ള വീഡിയോ പ്രത്യേകം നിങ്ങൾ വാച്ച് ചെയ്യുക. സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും കോളേജ് വിദ്യാർത്ഥിനികൾക്കും ഞാൻ പറഞ്ഞിട്ടുള്ള ഇ ഗ്രാൻസ് എന്നുള്ളതിൻ്റെ സമഗ്രമായ ഒരു വീഡിയോ ഉണ്ട്. അത് ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് പരിപൂർണമായി ആ കാര്യം മനസ്സിലാവും. അത് ഇഗ്നോയിലെ സ്റ്റുഡൻസിനും ബാധകമാണ്.